ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലേ? എല്ലാവരും അവധിക്കാലം വളരെ ഗംഭീരമായി അടിച്ചു പൊളിക്കുന്ന തിരക്കിലാണ്, എനിക്കറിയാം. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മുടെ പഠനത്തിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടേ? എന്താ ടീച്ചർ ഇങ്ങനെ അല്ലേ? അവധിക്കാലം വന്നു, ആ സമയത്ത് കളിക്കേണ്ടതല്ലേ? ആ കളിക്കേണ്ട സമയത്തും പഠിക്കണമെന്ന് പറയുകയാണോ അല്ലേ? പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഫുൾ ടൈം പഠിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്, ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനായി മാറ്റി വെക്കണം അല്ലേ? നിർബന്ധമായിട്ട് നമ്മുടെ ഉറുദുവിന് എന്തായാലും മാറ്റി വെക്കണം, വേണ്ടേ? അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം മറന്നു പോകും. നമ്മൾ അങ്ങനെ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഉറുദു ഒക്കെ മറന്നു പോകാൻ പറ്റുമോ? ഉറപ്പായും പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നു മുതൽ ഓരോ ഷോർട്ട്സായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേർഡ്സ് നമ്മുടെ ഉറുദുവിൽ പഠിച്ചു തുടങ്ങുകയാണ് കേട്ടോ. ഇന്നു മുതൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ റിഷ്തദാറുകളുടെ പേരാണ്. റിഷ്തദാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബന്ധുക്കൾ അല്ലേ? റിഷ്തദാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അതിൽ അബ്ബ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അബ്ബ. ഇനി അമ്മി എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഉമ്മയാണ്. അടുത്തത് ബഹനാണ്. ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി. ബായി ആണ് അടുത്തത്. ബായി ആരാണ്? സഹോദരൻ. ഇനി ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയാണ് അല്ലേ? ദാദ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ. അപ്പോൾ ഈ 6 വാക്കുകൾ നമ്മൾ എന്തായാലും പഠിക്കണേ. ഒപ്പം ഈ റിഷ്തദാർ എന്നുള്ള ഈ വാക്കും അപ്പം നമ്മൾ പഠിച്ചു പോകണം കേട്ടോ. ഓരോ ദിവസത്തെയും വാക്കുകൾ പഠിച്ചു വെക്കുക. നമ്മളിങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കേഷനിൽ ഇതെല്ലാം മറന്നുപോയി എന്ന് പറയേണ്ട ആ ഒരു ഉത്തരവുണ്ടല്ലോ അല്ലേ? വെക്കേഷൻ കാലത്ത് ഞാൻ എല്ലാം മറന്നുപോയി ടീച്ചറെ, എനിക്കൊന്നും ഓർമ്മയില്ല, ആ സംഭവം നമുക്ക് ഒരിക്കലും പറയേണ്ടി വരില്ല.